PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PC വിഷ്ണുനാഥ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PC വിഷ്ണുനാഥ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുന്നു. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് പ്രതീക്ഷിക്കുന്ന മന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് PC വിഷ്ണുനാഥ്. യുവമുഖമാണ്. അതിന്റെ കരുത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ കാലവും ഉണ്ട്. 4ാം തവണയാണ് അദ്ദേഹം മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലതവണ തോൽവിയും ജയവും മാറി മാറി സ്വീകരിച്ചിട്ടുള്ള ഏറ്റുവാങ്ങിയിട്ടുള്ള നേതാവ് കൂടിയാണ് PC വിഷ്ണുനാഥ്. ഓരോ അനുഭവത്തിൽ നിന്നും പുതിയ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നേതാവ് കൂടിയാണ്. കുണ്ടറയിലെ അട്ടിമറി വിജയം തന്നെയാണ് PC വിഷ്ണുനാഥിനെ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ശ്രദ്ധേയമായ സാന്നിധ്യമാക്കി മാറ്റുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ആ മന്ത്രിസഭയിലെ ഒരു ഒറ്റ മന്ത്രിയായിരുന്നു പരാജയപ്പെട്ടത്. അത് മേഴ്സിക്കുട്ടിയമ്മയാണ്. ആ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് വന്ന PC വിഷ്ണുനാഥ് KSUയിലൂടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നതുൾപ്പെടെയുള്ള സുപ്രധാനമായ പദവികൾ വഹിച്ചിട്ടുണ്ട്. എല്ലാ കാലവും ഒരു ഉമ്മൻചാണ്ടി ലൈൻ ഫോളോ ചെയ്യുന്ന നേതാവ് കൂടിയാണ് PC വിഷ്ണുനാഥ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.